ഇന്ന് 2026 മാർച്ച് 27. ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്ന ഒരു വലിയ വഴിത്തിരിവിലാണോ നമ്മൾ? ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിനായി കൈനീട്ടുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഒരു രക്തരൂക്ഷിതമായ ഒരു അട്ടിമറിക്ക് പദ്ധതിയിടുന്നു. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ആ ഒരു വലിയ ക്ലാഷ് ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ്. ഇറാനിൽ ഒരു ജനകീയ വിപ്ലവം ഉണ്ടാക്കി ഭരണകൂടത്തെ താഴെ ഇറക്കാൻ അട്ടിമറിക്കാൻ നെതന്യാഹു നൽകിയ പ്ലാനിനെ ട്രംപ് വെട്ടി നിരത്തിയിരിക്കുകയാണ്. ഇത് ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധത്തിലെ വലിയ വിള്ളലായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ജനങ്ങളെ വെറുതെ കൊലയ്ക്ക് കൊടുക്കാനാകില്ല എന്നാണ് ട്രംപിന്റെ കർക്കശമായ നിലപാട്. ഇറാൻ സുരക്ഷാ തലവൻ അലി ലാരിജാനിയുടെ വധത്തിന് പിന്നാലെ ഉടലെടുത്ത ഈ രാഷ്ട്രീയ പോര് കേവലം രണ്ട് നേതാക്കൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭാവി നിശ്ചയിക്കുന്ന നിർണായകമായ ഒരു വഴിത്തിരിവാണ്. പക്ഷേ ഇതിനിടയിൽ ഇസ്രായേൽ പ്ലാൻ ചെയ്യുന്ന ആ 48 മണിക്കൂർ 48 hour ബ്ലിറ്റ്സ് അഥവാ 48 മണിക്കൂർ നീളുന്ന മിന്നൽ ആക്രമണം ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുമോ? പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വലിയ കഥയിലേക്ക് വരാം. ട്രംപും നെതന്യാഹുവും എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ തകർക്കാൻ ജനങ്ങളെ തെരുവിലിറക്കി ഒരു വിപ്ലവം ഉണ്ടാക്കണമെന്നായിരുന്നു നെതന്യാഹുവിന്റെ ആവശ്യം. ഇതിനെയാണ് ട്രംപ് തള്ളിയത്. ട്രംപിന്റെ വാദം വളരെ സിമ്പിൾ ആണ്. ഇറാനിലെ സാധാരണ ജനങ്ങൾ തെരുവിൽ ഇറങ്ങിയാൽ ഇറാന്റെ പാരാമിലിറ്ററി സേന അവരെ വെടിവെച്ചു കൊല്ലും. ഒരു വലിയ കൂട്ടക്കൊലയ്ക്ക് താൻ കൂട്ടുനിൽക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇനി ഈ നയതന്ത്രപരമായ വിയോജിപ്പ് നിലനിൽക്കുമ്പോഴും ഇസ്രായേൽ ഒരു കളി കളിച്ചു. ഇറാന്റെ പരമ്പരാഗത ആഘോഷമായ ഫെസ്റ്റിവൽ ഓഫ് ഫയർ സമയത്ത് ജനങ്ങളോട് പുറത്തിറങ്ങാൻ നെതന്യാഹു പരസ്യമായി ആഹ്വാനം ചെയ്തു. ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുകളിൽ നിന്ന് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇതിനർത്ഥം പ്രക്ഷോഭകാരികൾക്ക് ഇസ്രായേൽ വ്യോമ സഹായം നൽകുമെന്നാണ്. ഇത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചു. അൺനെസസറി എസ്കലേഷൻ എന്നാണ് വൈറ്റ് ഹൗസ് ഇതിനെ വിളിക്കുന്നത്. ഇറാനിലെ ആണവ ഭീഷണിയെ തങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞു എന്ന വിശ്വാസത്തിലാണ് ട്രംപ് ഇപ്പോൾ. ആണവ പദ്ധതികളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരു ക്യാൻസർ എന്നാണ്. ഈ ക്യാൻസറിനെ മുറിച്ചു മാറ്റി കഴിഞ്ഞുവെന്നും ഇനി യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയമാണ് എന്നാണ് ട്രംപിന്റെ പക്ഷം. 6 ആഴ്ചയ്ക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം 15 സമാധാന പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇറാൻ ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ നീക്കം ചെയ്യണമെന്നും ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നുമാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. ട്രംപ് സമാധാനത്തിന് ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ ജനറൽമാർ മറ്റൊരു പ്ലാനിലാണ്. അതായത് ടെല്ലവീവിലെ അതീവ സുരക്ഷയുള്ള ഭൂഗർഭ ബങ്കറുകളിൽ ഇരിക്കുകയാണ് നെതന്യാഹുവും സംഘവും. ട്രംപ് ഇറാനുമായി ഒരു ഡീൽ ഒപ്പിടുന്നതിന് മുൻപ് ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കണം. ഇതിനായി പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് 48 hour ബ്ലിറ്റ്സ്. സൗദി അറേബ്യയുടെ നിലപാടും ഈ സാഹചര്യത്തിൽ വളരെ നിർണായകമാണ്. ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാനും ഭരണകൂടത്തെ താഴെയിറക്കാനും ട്രംപിന് മേൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഹോർമുസിന്റെ നിയന്ത്രണം ഇറാന് കൈമാറുന്ന ഒരു കരാറിനെയും സൗദി അംഗീകരിക്കില്ല. ഇതോടെ ട്രംപ് ഒരു വശത്ത് സമാധാന ചർച്ചകൾക്കും മറുവശത്ത് 82 എയർബോൺ ഡിവിഷനിലെ ആയിരക്കണക്കിന് സൈനികരെ മേഖലയിലേക്ക് അയച്ചുകൊണ്ടുള്ള സൈനിക നീക്കങ്ങൾക്കും ഒരേ സമയം നേതൃത്വം നൽകുകയാണ്. ഇനി ശരിക്കും എന്താണ് ഈ ഒരു പ്ലാൻ? വെറും 48 മണിക്കൂറിനുള്ളിൽ ഇറാന്റെ എല്ലാ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും ഡ്രോൺ ഫാക്ടറികളും ബോംബിട്ട് തകർക്കുക. ട്രംപ് സമാധാന ചർച്ചകൾക്കായി വെച്ചിരിക്കുന്ന ആ 15 പ്ലാൻ ഇസ്രായേലിന് ഒട്ടും തൃപ്തികരമല്ല. ഇറാൻ എന്ന ക്യാൻസറിനെ മുറിച്ചു മാറ്റിയെന്ന് ട്രംപ് വിശ്വസിക്കുമ്പോഴും ആ ക്യാൻസർ വീണ്ടും വളരുമെന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക സമാധാന കരാറിൽ ഒപ്പിടുന്നതിന് മുൻപ് ഒരു വലിയ സൈനിക നീക്കത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ്. ഇസ്രായേൽ ഉപയോഗിക്കാൻ പോകുന്ന പ്രിസിഷൻ ഗൈഡഡ് മ്യൂണീഷൻസ് അഥവാ കൃത്യതയുള്ള മിസൈലുകൾക്ക് ഒരു കെട്ടിടത്തിന്റെ ജനലിലൂടെ ഉള്ളിൽ കയറി സ്ഫോടനം നടത്താനുള്ള ശേഷിയുണ്ട്. കൂടാതെ ഇറാന്റെ ഭൂഗർഭ ബങ്കറുകൾ തകർക്കാൻ ബങ്കർ ബസ്റ്റേഴ്സ് തയ്യാറാണ്. മറുഭാഗത്ത് ഇറാന്റെ പക്കൽ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ മിസൈലുകൾ വരുന്നത് തടയാൻ നിലവിലെ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് പ്രയാസമാണ്. ഒരു നിമിഷത്തെ പിഴവ് മതി ലക്ഷക്കണക്കിന് മനുഷ്യർ ചാരമാകാൻ. ഇതാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഹൊറർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സാമ്പത്തിക രംഗത്തേക്ക് വരാം. യുദ്ധം വെറും ബോംബുകളിൽ ഒതുങ്ങുന്നില്ല. ഇറാൻ ഹോർമുസ് കടലിടുക്കിനെ ഒരു ടോൾ ബൂത്ത് ആക്കി മാറ്റിയിരിക്കുകയാണ്. സ്യൂയസ് കനാലിലൊക്കെ ചെയ്യുന്നത് പോലെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് വൻ തുക നികുതി വാങ്ങാനാണ് ഇറാന്റെ നീക്കം. ഇത് ആഗോള വിപണിയെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞു. എണ്ണവില ബാരലിന് $130 നീങ്ങുകയാണ്. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയ അടിയാണ്. നമ്മുടെ പെട്രോൾ പമ്പുകളിൽ ഇതിന്റെ പ്രത്യാഘാതം നമ്മൾ ഉടനെ അറിയും. ഹോർമുസിലൂടെയുള്ള കപ്പൽ യാത്ര തടസ്സപ്പെട്ടാൽ ലോകം മുഴുവൻ വൻ ഇക്കണോമിക് ഷട്ട്ഡൌണിലേക്ക് നീങ്ങും. സൗദി അറേബ്യയും ഈ നീക്കത്തിൽ വളരെ ആശങ്കയിലാണ്.
ഹോർമുസിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിൽ കിട്ടുന്ന ഒരു കരാറിനെയും സൗദി അംഗീകരിക്കില്ല. ഈ നയതന്ത്ര ചർച്ചകളിൽ മറ്റൊരു കൗതുകരമായ കാര്യമുണ്ട്. അതും ഇറാന്റെ ഭാഗത്തു നിന്നാണ്. ട്രംപിന്റെ വിശ്വസ്തരായ ജെറഡ് കുഷ്നറെയും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫിനെയും ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ഇറാന്റെ ആവശ്യം. അവർ ഇസ്രായേലിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നു എന്നാണ് ഇറാന്റെ പരാതി. പകരം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകൾക്ക് നേതൃത്വം നൽകണമെന്നാണ് ഇറാൻ പറയുന്നത്. JD വാൻസിന് ഈ യുദ്ധത്തോട് അത്ര താല്പര്യമില്ല എന്നാണ് ഇറാന്റെ ഒരു കണക്കുകൂട്ടൽ. എന്നാൽ ട്രംപ് ഇത് സമ്മതിക്കുമോ എന്ന് കണ്ടറിയണം. ഏപ്രിൽ 6 എന്ന ആ ഒരു ഡെഡ് ലൈൻ അടുത്ത് വരികയാണ്. അതിനുള്ളിൽ ഒരു തീരുമാനമായില്ല എങ്കിൽ ഒരു സമ്പൂർണ്ണ കരയുദ്ധത്തിന് പോലും ട്രംപ് തയ്യാറായേക്കാം. നയതന്ത്രവും യുദ്ധവും തമ്മിലുള്ള ഈ വടംവലിയിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മുമ്പെങ്ങുമില്ലാത്ത വിധം സങ്കീർണമായിരിക്കുന്നു. സമാധാനത്തിന് ഒരു കൈ നീട്ടുമ്പോഴും മറുവശത്ത് സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്ന ട്രംപിന്റെ ശൈലി ഇറാനെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം. ഏതായാലും വരും ആഴ്ചകൾ ഈ മേഖലയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഏടുകളായി മാറുമെന്നതിൽ തർക്കമില്ല. കൂടുതൽ സങ്കീർണമായ ഈ പ്രതിസന്ധിയിൽ ലോകരാഷ്ട്രങ്ങൾ അണിനിരക്കുന്നത് പുതിയൊരു ശീതയുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. സമാധാനത്തിന്റെ പേരിൽ ഒരു കൈയിൽ കരാറും മറുകൈയിൽ അത്യാധുനിക ആയുധങ്ങളുമായി നിൽക്കുന്ന ട്രംപ്, സ്വന്തം സുരക്ഷയ്ക്കായി ആരെയും ആക്രമിക്കാൻ മടിക്കാത്ത നെതന്യാഹു, ഇതിനിടയിൽ തങ്ങളുടെ നിലനിൽപ്പിനായി പൊരുതുന്ന ഇറാൻ. ലോകം ഉറ്റുനോക്കുന്നത് ആ ഒരൊറ്റ കാര്യത്തിലേക്കാണ്. സമാധാനം ഉണ്ടാകുമോ അതോ ലോകം കത്തിയേറിയുമോ? വരും ദിവസങ്ങൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഭാവി നിശ്ചയിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.